സംസ്ഥാനത്ത് വന്യജീവി ആക്രമണവും മരണങ്ങളും വർദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ഭരണകൂട ഭീകരതയാണ് സംസ്ഥാന സർക്കാർ വച്ചു പുലർത്തുന്നതെന്ന് പി.വി. അൻവർ പാലക്കാട് പറഞ്ഞു. വനം നിയമ ഭേദഗതി പിൻവലിച്ചതിൽ സന്തോഷമെന്നും പി.വി. അൻവർ. പെറ്റുപെരുകി കാട് വർദ്ധിക്കില്ലല്ലോ. ഇവിടെ മനുഷ്യന്റെ ജനസംഖ്യ എന്തിനാണ് നിയന്ത്രിച്ചത്? ഭൂമിയിലെ അവരുടെ ജീവിത പ്രശ്നങ്ങളും ജീവിത സന്ധാരണ സൗകര്യങ്ങളും ഉള്ള സ്പേസിനനുസരിച്ച് ജനങ്ങളുടെ എണ്ണം ക്രമീകരിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ജനസംഖ്യാ നിയന്ത്രണം. അതുപോലെ തന്നെയാണ് കാടും. ആ ഉള്ള കാട്ടിൽ ഇത് പെറ്റുപെരുകിയാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു നിലപാടിനുള്ള നടപടികൾ ഉണ്ടാവണം. മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ ആഴ്ച പന്നിയെ പൂർണ്ണമായും വെടിവെച്ച് കൊല്ലാനുള്ള പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞ കർഷകർക്ക്. സ്റ്റേറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുപോലും ചെയ്യാതെ ഈ ജനങ്ങളെ ഈ കൊലക്ക് കൊടുക്കുന്ന ഈ എന്താ പറയുക, ഈ ദുർഭരണം, ഈ പറയുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ ഭരണകൂട ഭീകരത തന്നെയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കണം. എന്തായാലും ഈ ബില്ലിൽ നിന്ന് പിന്മാറിയതിൽ എന്തായാലും മാനസികമായിട്ട് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. പൂർണ്ണമായും ഒഴിവാക്കണം. അങ്ങനെ ഒരു അമെൻമെൻറ്റിന് ആവശ്യമില്ല. ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഇങ്ങനെ അമെൻമെൻ്റ് ഇല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് CRPCയുടെയും IPCയുടെയും പവർ കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ല. പോലീസിൻ്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഗുണ്ടകളായി മാറുമെന്ന് പറയുന്നതാണ്, അമിതാധികാരമാണ്. ഇവിടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായി 4 ആളെ പോലീസ് പിടിച്ചുകൊണ്ടല്ലേ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. എന്താ കാര്യം അന്വേഷിക്കും. ഇതെന്താ സംഭവിക്കുക? കൊടും കാട്ടിലാണ് ഈ ഫോറസ്റ്റ് ഓഫീസുകൾ. ആരോ ചന്ദനം മുറിച്ചു പോയതിന് 4-5 ദിവസം 4-5 ആളുകളെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലിട്ട് മൃഗീയമായ മർദ്ദനം നടത്തി എണീറ്റ് നിൽക്കുക. ജീവിതം തന്നെ എന്താ പറയുക, ആരോഗ്യം തന്നെ പ്രയാസകരമായ അന്തരീക്ഷം നിൽക്കുക. ഹൈക്കോടതി ഇപ്പം ഇടപെട്ട വിഷയമാണ്. അവിടെയാണ് ഈ കാട്ടിൻ്റെ അകത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഇടിച്ചു കൊല്ലാനുള്ള അധികാരം, അമിതാധികാരം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പിൻവലിക്കണം. ആ ഭേദഗതിയെ പാടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണത്തിൽ തൻ്റെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നും പി.വി. അൻവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇതിനു മുമ്പ് പലതും പറഞ്ഞാണ്. ഏറ്റവും നല്ല ഓഫീസറാണ് DGP അജിത് കുമാർ അന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്തേ ഇപ്പോൾ വിജിലൻസിനെ അന്വേഷിച്ച അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡയറക്ടർ ഓഫ് വിജിലൻസ് മടക്കിയത് എന്തായാലും കാരണം? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു എന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി സമ്മതിക്കും? അങ്ങനെ കണ്ടാൽ മതി. ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു ആരോപണത്തിന് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇടപെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ പോലീസ് ഏറ്റവും നല്ലവരാന്ന്. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടില്ല. പോലീസിൽ RSS വൽക്കരണം നടത്തിയിട്ടില്ല. തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല. എന്താ ഈ കലങ്ങിയെന്ന റിപ്പോർട്ട് അവിടെ അന്വേഷിച്ചവരൊന്നും ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്നു. അജിത് കുമാർ ഇടപെട്ടിട്ടെന്ന് വന്നു. ഈ പറയുന്നതിൽ എന്ത് വസ്തുതയുള്ളത്? അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് അൻവർ എഴുതി കൊടുത്തതെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കണം. പി ശശിയെ വീണ്ടും സംരക്ഷിക്കുന്ന നിലപാട് എന്താണ്? അല്ല, പി ശശിയാണല്ലോ എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, പി ശശിയെ സംരക്ഷിച്ചേ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയൂ. പി ശശിയെ ആ സീറ്റിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ ശശിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ കയ്യുണ്ടാവും. അദ്ദേഹത്തെയും കൊണ്ടേ പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാലത്തും പി ശശി അവിടെ നിന്ന് ഇറങ്ങില്ല.